Hello friends, ഇന്ന് ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയ കപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒരു ലൈനിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളതായാലും യൂസ് ചെയ്താൽ മതി. അതിനും നമുക്ക് ഇതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈനിങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പേപ്പർ കപ്സ് യൂസ് ചെയ്യാം. മഫിൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നോർമലി കപ്പ് കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ മുട്ട ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മഫിൻസ് ഉണ്ടാക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണിത്. വെജിറ്റബിൾ ഓയിലായാലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര. ഇനി ഇത് പഞ്ചസാര മെൽറ്റാകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ് കേക്കിൻ്റെ പോലെ അത്ര മധുരം മഫിൻസിന് ഇടൂല, അപ്പം കുറച്ച് പഞ്ചസാരയെ വേണ്ടു ഇതുണ്ടാക്കാനായിട്ട്. കപ്പ് കേക്കിൻ്റെ അത്രയും സ്പോഞ്ചി ആയിരിക്കില്ല മഫിൻസ്, പക്ഷെ സോഫ്റ്റാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ചോക്ലേറ്റ് ചിപ്സ് എടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ബേക്കായി വരുമ്പം ചോക്ലേറ്റ് ചിപ്സ് അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സിലേക്ക് മൈദ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ആ പണിയൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. നമുക്കിത് പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് വെച്ചിട്ടോ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ബ്ലൂബെറി അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ബനാന വെച്ചിട്ടും ഉണ്ടാക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം 2 പ്ലെയിൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ടിട്ട് കൊടുത്താൽ. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാകുന്നത് ചോക്ലേറ്റ് ചിപ്സിൻ്റെ ആയിരിക്കും പ്ലെയിൻ ആയിട്ടുള്ളതിനേക്കാളും. അപ്പോൾ അത് കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ മേലിൽ കുറച്ച് ബദാം സ്ലൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 200 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. അതിനുശേഷം 160 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ആദ്യം ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പിന്നെ ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മേലിൽ കുറച്ച് ക്രാക്കി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.